ഹായ് ഹലോ. മക്കൾ വന്നിട്ട് വൈകുന്നേരത്തേക്ക് കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാമല്ലോ, ഏത്തക്ക ഇരിപ്പുണ്ട്, ഏത്തക്ക കൊണ്ട് പഴം നിറച്ചിട്ട് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മതി, ഇഷ്ടമുള്ളതാണ്, അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ മധുരമുള്ളത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പം ആദ്യം വേണ്ടത് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ക്യാഷ്നട്ടും ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഉണക്കമുന്തിരി എൻ്റെ കയ്യിലില്ല, ക്യാഷ്നട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉണക്കമുന്തിരി കൂടി ഇടുക, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പം ക്യാഷ്നട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. കുറച്ച് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോകരുത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടിക്കുന്നതിന് മുമ്പ് 3-4 ഏലക്കയും കൂടി ഇട്ടാണ് ഞാൻ പൊടിച്ച് എടുത്തേക്കുന്നത്. ഈ മിക്സ് ഞാൻ മുഴുവനും തട്ടുന്നില്ല, കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. വേറൊരു ബാറ്ററിയിൽ ചേർക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചു. ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു ഇത് മതിയായിരിക്കും കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തത്. ഇനി നമ്മളിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏത്തപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കണം. അതിന് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് അത്യാവശ്യത്തിന് വെള്ളമാണ് കേട്ടോ. അതും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച ഏത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ നടുവശത്ത് നമുക്ക് കട്ടാക്കി കൊടുക്കാം. ഫുള്ളും നമ്മൾ മുറിച്ചെടുക്കരുത് കേട്ടോ. കുറച്ച് ക്യാപ്പ് വിട്ടിട്ട് പകുതിയിൽ നിന്ന് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അകം മുറിഞ്ഞു പോകരുത്, പിന്നെ അത് രണ്ടായി പോകും. അടിവശം മുറിയാതെ പകുതിക്ക് കട്ട് ചെയ്തെടുക്കുക. എനിക്കത് കട്ട് ചെയ്തിട്ട് അങ്ങ് പറ്റുന്നില്ല. ഞാനപ്പം സ്പൂണ് കൊണ്ട് ഇടയ്ക്ക് അതിനകത്തോട്ടൊന്ന് കുത്തി ഇച്ചിരിയും കൂടെ ഇതാക്കി എടുത്തു. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനതേണ്ട ഏത്തപ്പഴത്തിലേക്ക് മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 ഏത്തപ്പഴമാണ് എടുത്തിരുന്നത്. അപ്പോൾ മിക്സ് ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏത്തപ്പഴം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും കൂടെ നമ്മൾ നിറച്ചിട്ടുണ്ട്. ചിലർ ഈ നിറച്ച ഭാഗത്ത് മാത്രം ഈ ബാറ്ററി തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ബാറ്ററി ആയിട്ട് എടുക്കില്ല, മൈദ മാത്രം നനച്ച് അവിടെ തേച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ എനിക്ക് എടുക്കുന്നത് വല്ല താല്പര്യം. എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. കാരണം ബാറ്ററി ഇല്ലാതെ പഴം മാത്രമാണല്ലോ, പഴുത്തതാണല്ലോ, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഫുള്ളും ബാറ്ററി ഡിപ്പ് ചെയ്തിട്ടാണ് എണ്ണയിൽ ഇടാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിപ്പ് ചെയ്ത ബാറ്ററിയിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നമ്മളത് തിരിച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ 5 എണ്ണം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ചായയും കൂടെ നമുക്ക് കുടിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ചായയും കൂടെ ഇട്ടു. അപ്പം വൈകുന്നേരം ഏകദേശം 4:45 ആയിട്ടുണ്ട്. ഹസ്ബൻഡ് വരാനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ. അപ്പം മക്കൾക്ക് നല്ല വിശപ്പുണ്ട്, അവർക്ക് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചായയും കൂടെ ഇട്ടു. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തെ ഫില്ലിംഗ് ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഞാൻ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു മോനു. അവനാണ് ആദ്യം വേണമെന്ന് പറഞ്ഞത്, അവന് ഞാൻ കൊടുത്തു.